ആ സമയത്ത് രാജേഷ് ഖന്നയുടെ സിനിമകൾ എന്ന് പറയുമ്പോൾ ആനന്ദ് പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ആരാധന പോലുള്ള സിനിമകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഉണ്ട്. ബാബു മഷായി പോലുള്ള വളരെ പ്രസിദ്ധമായ ക്യാരക്ടേഴ്സ് അദ്ദേഹം ആ ഒരു ഡയലോഗൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. പ്രധാനമായും അദ്ദേഹത്തിന്റെ സോങ്ങുകളാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതിന് രാജേഷ് ഖന്നയുടെ ജീവചരിത്രം കൃത്യമായും അടയാളപ്പെടുത്തിയ രാജേഷ് ഖന്ന എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ദ ലോൺലിനെസ് ഓഫ് ബീയിങ് രാജേഷ് ഖന്ന എന്നാണ് ഈ സിനിമയുടെ ഡാർക്ക് സ്റ്റാർ എന്ന പേരിലാണ് ഈ പുസ്തകത്തിന്റെ പേരുള്ളത്. അതായത് രാജേഷ് ഖന്ന ആവുന്നതിന്റെ ഏകാന്തത എന്ന് പറയാൻ പറ്റുന്ന, അങ്ങനെ മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. രാജേഷ് ഖന്നയുടെ ജീവിതത്തിന്റെ തുടക്കം തൊട്ട് അദ്ദേഹം എങ്ങനെ സിനിമയിലേക്ക് എത്തി, അതുപോലെ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം അനുഭവിച്ചിരുന്ന അരക്ഷിതാവസ്ഥ. തുടർച്ചയായി 16 ഹിറ്റുകൾക്ക് ശേഷം 4 വർഷമായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടം നിലനിന്നിരുന്നത്. 67 തൊട്ട് 71 വരെയുള്ള ആ ഒരു കാലഘട്ടം, 72 വരെയുള്ള കാലഘട്ടം. അതിനുശേഷം അമിതാഭ് ബച്ചന്റെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ ഒരു സ്റ്റാറായി മാറിയതോടുകൂടി മറ്റു താരങ്ങളൊക്കെയും സൈഡ് ലൈനായി മാറിയ കൂട്ടത്തിൽ രാജേഷ് ഖന്നയും സൈഡ് ലൈനായി നിന്നിരുന്നു. അപ്പോൾ രാജേഷ് ഖന്നയുടെ ജീവചരിത്രം, രാജേഷ് ഖന്നയുടെ ജീവിതം പറയുന്ന ഒരു പുസ്തകമാണ് രാജേഷ് ഖന്ന ഡാർക്ക് സ്റ്റാർ. അപ്പോൾ രാജേഷ് ഖന്നയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകൾ കുട്ടിക്കാലത്ത് കണ്ട ഓർമ്മകൾ ഒരുപാട്, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ചിത്രഗീതത്തിൽ ആസ്വദിച്ച ഒരുപാട് ഓർമ്മകൾ. ഇപ്പോഴും നമ്മൾ കിഷോർ കുമാർ എന്ന് പറയുമ്പോൾ, കിഷോർ കുമാറിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിന്റെ വീഡിയോ സോങ്ങിൽ മുഖമായി നമ്മൾ കാണുന്ന പ്രധാന വ്യക്തി ഇതേ രാജേഷ് ഖന്നയാണ്. ഒരു കാലത്ത് അമിതാഭ് ബച്ചനേക്കാളും ധർമ്മേന്ദ്രയെക്കാളും അതുപോലെ ദേവാനന്ദനേക്കാളും ഒക്കെ ഒരുപാട് ഉയരത്തിൽ പറന്ന് മിന്നി തിളങ്ങിയ രാജേഷ് ഖന്ന എന്ന സ്റ്റാർ.